unique and thought-provoking skit, Marthide Dharma Sangam. This performance reimagines a timeless story from the Bible, bringing its lessons to life in a modern context. Let's welcome Ms. Annie Avrachan, Dr. Annie Udupan, Mrs. Philomena Baby, Mrs. Sheila Sabu, Mrs. Marcy Jason, Mrs. Annie Francis, Mrs. Jessie Sunil, and Mrs. Minu Mary Francis. Please join me in welcoming our talented actors to the stage for this contemporary interpretation. ദൈവമേ, സമയം പോയല്ലോ. ഇവിടുത്തെ വീട്ടുജോലിയാണെങ്കിൽ ഒന്നും തീർന്നിട്ടുമില്ല. പണിയൊന്നും തീർന്നിരുന്നെങ്കിൽ എനിക്കും കൂടി യേശുവിന്റെ പ്രസംഗം കേൾക്കാൻ പോകാമായിരുന്നു. അതിനെന്താ മാർത്തേ, നമുക്ക് ഒരുമിച്ച് പോകാമല്ലോ പ്രസംഗം കേൾക്കാൻ. പണി വീഴുമോ? നീ മറന്നുപോയോ? ഇന്നല്ലേ നമ്മൾ യേശുവിനെ ഇവിടെ ഡിന്നറിന് ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനും കൂടി വന്നാൽ എങ്ങനെയാ? ഒരു 10-20 കൂട്ടം കറിയെങ്കിലും ഒരുക്കണ്ടേ? സ്റ്റാർട്ടർ വേണം, വെൽക്കം ഡ്രിങ്ക് വേണം, അപ്പം വേണം, ഫിഷ് മോളി വേണം, ഐസ്ക്രീം വേണം. അങ്ങനെ എന്തൊക്കെ ഒരുക്കിയാലോ? അപ്പൊ പിന്നെ ഞാനും കൂടെ പോകുന്നത് എങ്ങനെയാ? മാർത്തേ, നമ്മൾ യേശുവിനെയല്ലേ ഡിന്നറിന് ക്ഷണിച്ചിരിക്കുന്നത്. അതിന് 20 കൂട്ടം കറികളൊന്നും വേണ്ട. നിനക്കറിയില്ലേ, അപ്പവും മീനുമാണ് ഗുരുവിന് ഏറെ ഇഷ്ടം. യേശുവിന്റെ പ്രസംഗം ഇന്ന് ഗലീല തീരത്ത് നടക്കുന്നുണ്ട്. നീ ഇതൊന്നും അറിഞ്ഞില്ലേ? എന്തെല്ലാം അത്ഭുതങ്ങളും രോഗശാന്തിയും ഒക്കെ നടക്കുന്നതെന്ന് അറിയാമോ? അച്ചായ, എനിക്ക് വരണമെന്നുണ്ട്. പക്ഷേ യേശു ഇന്ന് നിങ്ങൾക്ക് ഇങ്ങോട്ടല്ലേ വരുന്നത്? ഇവിടാണെങ്കിൽ പണികളൊന്നും ആയിട്ടില്ല. എന്നാ മറിയേ, നീ വാ, നമുക്ക് പ്രസംഗം കേൾക്കാൻ പോകാം. നിക്ക്, പോകാൻ വരട്ടെ. ഈ ലിസ്റ്റിലുള്ള സാധനങ്ങൾ കൂടി വാങ്ങിയിട്ട് വരണം. എന്നാ മാർത്തേ ഇത്? ഒരു സൂപ്പർ മാർക്കറ്റ് മുഴുവനും കൂടെ ഉണ്ടല്ലോ. അച്ചായ, അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ചിക്കൻ, മല്ലിയില, അത്തിപ്പഴം, ജ്യൂസ്, ഇതൊന്നും ഇവിടെ സ്റ്റോക്കില്ല. ഓ ശരി ശരി, പ്രസംഗം കഴിഞ്ഞ് വരുമ്പോ ഞാൻ കൊണ്ടുവന്നോളാം. മാർത്തേ, നിനക്ക് പറ്റുമെങ്കിൽ നീ ഞങ്ങളുടെ കൂടെ വാ. ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എല്ലാവരേക്കാളും ഭംഗിയായി നമുക്ക് യേശുവിന് ഭക്ഷണം കൊടുക്കണം. ഒട്ടും കുറയ്ക്കാൻ പാടില്ല. ഞാനും കൂടി വന്നാൽ പിന്നെ പണിയൊക്കെ ആര് ചെയ്യും? എനിക്കെന്നും അടുക്കള തന്നെ ശരണം. പിന്നെ മറിയേ, ആരെങ്കിലും ഞാൻ എന്തിയെന്ന് ചോദിച്ചാൽ കൂടുതൽ വിസ്തരിക്കാനൊന്നും നിൽക്കണ്ട. ഞാൻ യൂട്യൂബിൽ ലൈവ് കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ മതി. ഓ ശരി ശരി. ആ പിന്നെ മറിയേ, അവിടെ അത്ഭുതങ്ങൾ വല്ലതും നടന്നാൽ നീ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. എന്നാ മറിയേ, വാ, നമുക്ക് ഇറങ്ങാം. ശലോമി, നീ എന്താണ് വടിയൊക്കെ പിടിച്ച്? ഇത് കൊള്ളാലോ. ഇപ്പൊ ഇതില്ലാതെ നിനക്ക് നടക്കാൻ വയ്യാതെയോ? നടക്കാൻ പാടില്ലാഞ്ഞിട്ടൊന്നും അല്ല എടീ, ഇത് മോശം ഉപയോഗിച്ച വഴിയാണ്. ഞാനിത് നമ്മുടെ തോംസൺ കാവുകയില്ലേ, പുള്ളിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാ. 100, 200 ഒന്നും അല്ല ഇതിന്റെ വില. 25 ലക്ഷമാ. 25 ലക്ഷം. ആ അത് പോട്ടെ, നീ ഇവിടെ എന്നാടുക്കുമായിരുന്നോ? ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നടി. ആണോ? എന്നാ നീ പ്രാർത്ഥിച്ചു, ഞാൻ പിന്നെ വരാം. ഓ, പോകാൻ വരട്ടെ. പ്രാർത്ഥന പിന്നെയും ആക്കാമല്ലോ. നീ ഇരിക്കെ, ഒത്തിരി നാളായില്ലേ നമ്മൾ കണ്ടിട്ട്. ഓ ഭയങ്കര തിരക്കായിരുന്നു
കേട്ടടി. അപ്പൊ നീ ഇന്ന് യേശുവിന്റെ പ്രസംഗം കേൾക്കാൻ പോയില്ലേ? ആ, നീ അറിഞ്ഞില്ലേ? യേശുവിന് ഇന്ന് ഞങ്ങളാണ് ഡിന്നർ കൊടുക്കുന്നത്. അത് ഒരുക്കാൻ ഞാനിവിടെ വേണ്ടേ? മറിയ അച്ചായന്റെ കൂടെ പ്രസംഗം കേൾക്കാൻ പോയിരിക്കുക. ശലോമി, നീ എന്താ പോകാഞ്ഞത്? അത് പിന്നെ പിള്ളേർക്ക് ക്ലാസ്സും ട്യൂഷനും എക്സാമും ഒക്കെയുള്ള സമയമാണ്. അവരെ ഇട്ടേച്ച് പോകാൻ പറ്റുമോ? നീ പറ, എക്സാം ആണോ പ്രസംഗമാണോ വലുത്? അത് പിന്നെ എക്സാം തന്നെയല്ലേ? ആ, അല്ലേലും എടി മാർത്തേ, നീ ഇന്ന് ഫേസ്ബുക്ക് ചെക്ക് ചെയ്തായിരുന്നോ? ഇല്ലടി. എന്നാ ശലോമി? അതെ, നമ്മുടെ ജേക്കബച്ചായന്റെ ഭാര്യ മേരിയില്ലേ, അവൾ മൂന്നാറിന് ടൂറ് പോയതിന്റെ പിക്ചേഴ്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാ അവളുടെ ഒരു പത്രാസ്. ഞാൻ ലൈക്ക് ചെയ്യാനൊന്നും പോയില്ല. നീയും ലൈക്ക് അടിക്കണ്ട കേട്ടോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ, ഭയങ്കര തിരക്കാടി. പിള്ളേർക്ക് ഓൺലൈൻ നീന്തൽ ക്ലാസ്സും ഡാൻസ് ക്ലാസ്സും ഒക്കെ ഉണ്ട്. എനിക്ക് സൂമ്പ ഡാൻസും. ആ വഴിയും എടുത്തേടി, ഞാൻ പോട്ടെ. ആട്ടെ ശലോമി. എവിടെ എൻ്റെ ഫോൺ? ഫേസ്ബുക്ക് ഒന്ന് നോക്കട്ടെ. അല്ലേ വേണ്ട, ഐപാഡ് എടുക്കാം. അതാകുമ്പോൾ കണ്ണുപിടിക്കുമല്ലോ. ഓ, നമ്മുടെ മീനുകുട്ടിയുടെ ബർത്ത്ഡേ ആണല്ലോ. ഇവക്കൊക്കെ ഏത് നേരവും ഇത് തന്നെയാണോ പണി? ഓ, എന്തായാലും ഒരു വിഷ് അയച്ചേക്കാം. ഹാപ്പി ബർത്ത്ഡേ. ഓ, ഡോക്ടർ കുക്കുവിൻ്റെ വെഡിങ് ആനിവേഴ്സറിയോ? 42 വർഷമായോ? കണ്ട പ്രായം തോന്നില്ല കേട്ടോ. ഒരാശംസ അറിയിച്ചേക്കാം. ഹാപ്പി ആനിവേഴ്സറി. അയ്യോ, ഈ കുന്ത്രാണ്ടത്തിൽ നോക്കിയിരുന്ന സമയം പോകുന്നതേ അറിയില്ല. പണിയാണെങ്കിൽ ഒന്നും ആയിട്ടില്ല. ആ, ആരൊക്കെയാ ഇത്? സൂസനെ, റിബേക്കയുമോ? വാ വാ, ഇരിക്കും. മാർത്തേ, നിന്നെ മാത്രം യേശുവിന്റെ പ്രസംഗത്തിന് കണ്ടില്ലല്ലോ. ലാസറും മറിയും ഏറ്റവും മുമ്പിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. യേശുവിനെ ഇന്ന് ഇവിടെയാ ഡിന്നറിന് വിളിച്ചിരിക്കുന്നത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ളത് കൊണ്ട് ഞാൻ പോയില്ല. എങ്ങനെയുണ്ടായിരുന്നു പ്രസംഗം? കൊള്ളാം, നല്ല അനുഗ്രഹീതമായ പ്രസംഗമായിരുന്നു. ഓ, എനിക്കത്ര അനുഗ്രഹീതമായിട്ടൊന്നും തോന്നിയില്ല. കുറെ ദിവസങ്ങളായിട്ട് ഇതൊക്കെ തന്നെയല്ലേ കേൾക്കുന്നത്. ഇന്നലെയും മിനിഞ്ഞാന്നും പറഞ്ഞത് തന്നെയല്ലേ ഇന്നും കേട്ടത്. ഞാൻ എനിക്ക് ഉറങ്ങിപ്പോയി. അല്ലേലും നീ പ്രസംഗം കേൾക്കാനല്ലല്ലോ വരുന്നത്. നെയ്യപ്പവും പഴവും പാചകവും ഒക്കെ കഴിക്കാനാണല്ലോ. ഓ, പിന്നെ നീ ഒന്ന് പോ, ഞാൻ ഒന്നും കഴിക്കാതെ ഇരിക്കുമല്ലേ. മാർത്തേ, നീ അങ്ങ് വല്ലാതായി പോയല്ലോ. ഇപ്പൊ സ്കിൻ കെയർ ഒന്നും ചെയ്യുന്നില്ലേ? ബ്യൂട്ടി പാർലറിൽ പോകാറേ ഇല്ലേ? ഓ, എന്നാ പറയാനാ, ഈ വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞ് എവിടെയാ സമയം? മറിയ ഇവിടെ വന്ന ആത്മീയ കാര്യങ്ങൾ മാത്രമേ ചെയ്യൂ. മാർത്തേ, എന്റെ സഹായം വല്ലതും ആവശ്യമുണ്ടോ നിനക്ക്? ആ, എന്നാ കുറച്ച് വെജിറ്റബിൾ അരിഞ്ഞതാ. വാ, ഇരിക്കും. അയ്യോ, ഇപ്പഴാ ഞാൻ ഓർത്തെ, അച്ഛൻ ഓഫീസിൽ നിന്ന് വരാറായി. ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. പിന്നെ ഇവളുടെ വെജിറ്റബിൾ അരിഞ്ഞിട്ട് വേണം നമ്മുടെ കയ്യിൽ കറയാക്കാൻ. അതെ അതെ. പണികളൊക്കെ കഴിഞ്ഞോ? ഓ, എന്തു പറയാനാ, പണി ഒന്നും ആയിട്ടില്ല. സമയം പോയതറിഞ്ഞില്ല. എന്തായാലും നീ എത്തിയല്ലോ, നമുക്ക് ഒരുമിച്ച് പണി തീർക്കാം. അച്ചായ, ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിയോ? ആ, നീ നോക്ക്, എല്ലാം അതിലുണ്ട്. അല്ലേലും എനിക്കറിയായിരുന്നു നീ യൂട്യൂബും ഫേസ്ബുക്കും നോക്കിയിരുന്ന സമയം കളയുമെന്ന്. ഓ, നീ വലിയ വിശുദ്ധിയൊന്നും ആകണ്ട. വേഗം ആ വെജിറ്റബിൾ കട്ട് ചെയ്ത് വെക്ക്. യേശു വരാറാണ്. ആ, യോനച്ചായ, എന്തുണ്ട് വിശേഷം? പീറ്റർ അച്ചായൻ എന്തിയെ? പീറ്ററിന്റെ അമ്മായിയമ്മയ്ക്ക് പനി പിടിച്ചു. അച്ചായൻ അങ്ങോട്ട് പോയിരിക്കുക. അയ്യോ, വല്ല കൊറോണയൊന്നും അല്ലല്ലോ അല്ലേ? അല്ലേലും അമ്മച്ചി കീഴെയായി. ദൈവവിശ്വാസം കുറച്ച് കുറവായിരുന്നു.
മാർത്തേ, ഇവിടെയൊക്കെ വൃത്തിയാക്കാനുണ്ടല്ലോ. ഒന്ന് പെട്ടെന്നാകട്ടെ, യേശു വരാറായി. ഓ, ഈ യോനാനച്ചായന്റെ ഒരു കാര്യം. എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നെ കുറ്റം പറയുന്നു. ഇവിടെ പണിയെടുക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് അച്ചായൻ അറിയില്ലേ? മറ്റുള്ളവരെല്ലാം പ്രാർത്ഥനക്കാരാണ്. മറിയേ, ഒന്ന് വായിങ്ങോട്ട്. യേശുവിന് ഭക്ഷണമൊക്കെ എടുത്ത് വെക്കണ്ടേ? ഒന്ന് വിട്, ഞാൻ അല്പസമയം യേശുവിന്റെ അടുക്കൽ ഇരിക്കട്ടെ. ഗുരു, ഞാനിവിടെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് അങ്ങേക്ക് ഒരു വിഷമവും തോന്നുന്നില്ലേ? എന്നെ സഹായിക്കാൻ ഈ മറിയോട് ഒന്ന് പറഞ്ഞാലും. മാർത്തേ, നീ പലതിനെ കുറിച്ച് വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളിൽ നിന്ന് എടുക്കുകയുമില്ല. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുകയും